യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്ക് വലിയ സ്നേഹത്തോടെ, വലിയ വിശ്വാസത്തോടെ, തീഷ്ണമായ പ്രാർത്ഥനയുടെ അരൂപിയോടുകൂടി കർത്താവിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് ഒരുങ്ങാം. ഓരോ വചന ശുശ്രൂഷയിലൂടെയും ദൈവം തൻ്റെ ജീവൻ്റെ വചനം അയച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിച്ചുകൊണ്ടിരിക്കുക. ഓരോ വ്യക്തികൾക്കും കർത്താവ് വിടുതൽ നൽകുന്നത് തൻ്റെ വചനം അയച്ചുകൊണ്ടാണ്. വചനത്തിൻ്റെ ആ വലിയ ശക്തി നമ്മൾ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ദൈവവചനം കൊണ്ട് നമ്മുടെ ഹൃദയം, മനസ്സ്, ആത്മാവ് എല്ലാം നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് തീഷ്ണമായിട്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഞങ്ങളെല്ലാവരും കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ ആത്മാവിനെ ഒന്ന് വിളിച്ച് ആത്മാവിൻ്റെ ഒരു അഭിഷേകത്തോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. പിതാവേ, ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. സ്വർഗം തുറക്കണമേ പിതാവേ. പരിശുദ്ധാത്മാവിൻ്റെ തീ ഞങ്ങളുടെ മേൽ അയക്കണമേ. ആത്മാവിൻ്റെ അഗ്നി കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. ഏലിയ അഗ്നി പോലെ വന്നു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. ഏലിയാവിൻ്റെ മേൽ നിറഞ്ഞ അതേ പരിശുദ്ധാത്മ ശക്തി, എലീഷയുടെ മേൽ നിറഞ്ഞ അതേ ആത്മാവിൻ്റെ ശക്തി, മോശയുടെ മേൽ നിറഞ്ഞ അതേ ശക്തി, അപ്പസ്തോലന്മാരുടെ മേൽ തീ നാവായിട്ട് ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവിൻ്റെ തീ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. കർത്താവ്, ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഞങ്ങളുടെ ആത്മാവിൻ്റെ അഗ്നി പകരണമേ. ഞങ്ങളുടെ വചനം അയച്ചുകൊണ്ട് മാനസാന്തരത്തിലേക്ക്, ഹൃദയ പരിവർത്തനത്തിലേക്ക്, ആത്മീയമായ ദൈവാനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് ജനത്തെ മാറ്റണമേ. പുതിയ ഹൃദയം, പുതിയ മനസ്സ്, ആഴമായ ആത്മീയ അനുഭവത്തിലേക്ക് ഈ വചനം കേൾക്കുന്നവരെ ദൈവാത്മാവെ നയിക്കണമേ. ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. യേശുവേ, ദാവീദിന്റെ പുത്ര, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക്, അഭിഷേകത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അന്ധകാര ശക്തിയുടെ ആധിപത്യങ്ങൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുത രോഗശാന്തികൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. പാപത്തിൻ്റെ ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. വെളിപാട് 12:11 അവർ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട്, സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ട് സാത്താന്റെ മേൽ വിജയം നേടി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പൈശാചിക ദുരാത്മാക്കളെ, അശുദ്ധാരൂപികളെ, അന്ധകാരത്തിൻ്റെ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ദൈവജനത്തെ വിട്ടുമാറുക. ദൈവജനം സ്വതന്ത്രമാവട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്: ഒരു നല്ല മനുഷ്യൻ ആയാൽ മതിയോ? പലരുടെയും ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്, ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി. പറ്റുന്നത് പോലെ പ്രാർത്ഥിക്കുക, പറ്റുന്ന പോലെ ഉപകാരങ്ങളൊക്കെ, സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ പ്രാർത്ഥനയുടെയോ വലിയ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ഒരു നോർമൽ മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി, അതിനപ്പുറം ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന അനേക വ്യക്തികളുണ്ട്. പക്ഷെ ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല,
മത്തായിയുടെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. 28 അധ്യായം 19-20 തിരുവചനങ്ങൾ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവൻ. എല്ലാ ജനതകളെയും നിങ്ങൾ ശിഷ്യപ്പെടുത്തുക. അപ്പസ്തോലന്മാർക്ക് നൽകിയ ദൗത്യം ഇതാണ്. സുവിശേഷം കൊടുത്തുകൊണ്ട് ഓരോ വ്യക്തികളെയും ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കുക, ശിഷ്യത്വത്തിൽ ആക്കുക. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വെറുമൊരു വിശ്വാസിയായിട്ട് ഈ ലോകത്തിൻ്റെ സുഖങ്ങളും മോഹങ്ങളും അതിൻ്റെ പിന്നാലെ ജീവിച്ച് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് പണമൊക്കെ സമ്പാദിച്ച് ലോകത്തിൻ്റെ നേട്ടങ്ങളൊക്കെ കൈവരിച്ച് ലോകത്തിൻ്റെ ബഹുമാനമൊക്കെ പിടിച്ചുപറ്റി ജീവിച്ച് ഇവിടെ മരിച്ചു മണ്ണടിയാനുള്ള ഒരു ജീവിതത്തിലേക്കല്ല ക്രിസ്ത്യാനിയെ വിളിച്ചിരിക്കുന്നത്. മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായിട്ട് മാറിത്തീർന്ന് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായിട്ട് മാറിയ നമ്മളെ ഓരോരുത്തരെയും യേശു വിളിക്കുന്നത് തൻ്റെ ശിഷ്യത്വത്തിലേക്കാണ്. ഇവിടെ യേശു നൽകുന്ന നിർദ്ദേശം ഇതാണ്. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യുഗാന്ത്യം വരെ, ലോകത്തിൻ്റെ അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഒരിക്കലും ഒരു ശിഷ്യനെ ദൈവം ഉപേക്ഷിക്കത്തില്ല. ഒരു ശിഷ്യന്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ക്രിസ്തു പൂർണ്ണമായിട്ടും ആ വ്യക്തിയോട് കൂടി ഉണ്ടായിരിക്കും. അവിടെ എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഒരു സാധാരണ വിശ്വാസിയായിട്ട് ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ അല്ല. ഒരു ശിഷ്യനായി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് മറ്റൊരു ക്രിസ്തുവാകാൻ വേണ്ടി എന്നെയും നിങ്ങളെയും ക്രിസ്തു വിളിച്ചു വേർതിരിച്ചു മാറ്റിയിരിക്കുക. ഈ ലോകത്തിൽ അനേകം ജാതികളുണ്ട്, മതങ്ങളുണ്ട്, മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നവരൊക്കെ ഉണ്ട്. അവരുടെ ഇടയിൽ നിന്ന് ഞാനും നിങ്ങളും വ്യത്യസ്തരാണ്. നമ്മൾ വ്യത്യസ്തനായിരിക്കണം. ഇതാണ് യേശു ആഗ്രഹിക്കുന്നത്. അത് ശിഷ്യത്വത്തിലേക്ക് യേശു എന്നെ വിളിച്ചിരിക്കുകയാണ്. ശിഷ്യത്വത്തിലേക്ക് യേശു എന്നെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, തിരിച്ചറിയണം, നീ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ പോരാ, ആർക്കും നന്മ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു ചേച്ചി എൻ്റെ അടുക്കൽ വന്നിട്ട് അവരുടെ വീട്ടിലെ വിഷമങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഒരു വിശ്വാസിയല്ല, എൻ്റെ ഭർത്താവ് കുമ്പസാരിക്കത്തില്ല, കുർബാന സ്വീകരിക്കത്തില്ല, പ്രാർത്ഥനാ ജീവിതമില്ല, വിശ്വാസ ജീവിതമില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഭർത്താവ് മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണോ? അങ്ങനെ ഒരു സ്വഭാവമില്ല. ഒരു ദുശീലങ്ങളുമില്ലാത്തൊരു മനുഷ്യൻ, മദ്യപാനമില്ല, പുകവലിയില്ല, മറ്റു തെറ്റായ വഴികളിലൊന്നും ജീവിക്കുന്ന വ്യക്തിയല്ല. ഭാര്യയ്ക്കോ മക്കൾക്കോ ദേവാലയത്തിൽ പോകുന്നതിനോ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നതിനോ ഒരു തടസ്സവുമില്ല. അതുമാത്രമല്ല, ഈ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ്, എല്ലാവർക്കും ഉപകാരിയാണ്, ആരെയും സഹായിക്കാനായിട്ട് നല്ല താല്പര്യമുള്ള വ്യക്തിയാണ്. പറ്റുന്ന സഹായമൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുക്കും. ഭാര്യയെ തല്ലത്തില്ല, മക്കളെ ഉപദ്രവിക്കത്തില്ല, ഭാര്യ മക്കളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ വിശ്വാസമില്ല. ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ സ്വർഗത്തിൽ പോകുമെന്ന് വിശുദ്ധ ബൈബിൾ പ്രഘോഷിക്കുന്നില്ല. നീ ഒരു ആത്മീയ മനുഷ്യനായിട്ട് മാറണം. ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ.
ഇവിടെ ആ ചേച്ചി പറയുന്നു, എൻ്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനാ, ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, വീട് നോക്കുന്നുണ്ട്, മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, നല്ല കാര്യം. പക്ഷെ ആ മനുഷ്യൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കൂദാശ ജീവിതമുള്ള ഒരു ആത്മീയ മനുഷ്യനായിട്ട് മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറ്റപ്പെടുമ്പോഴാണ് ആ വ്യക്തിക്ക് ക്രിസ്തുവുമായിട്ട് ആഴമായ ബന്ധം ഉണ്ടാവുന്നത്. ലൂക്കാ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ തിരുവചനം: സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. എൻ്റെ പിന്നാലെ വരുന്നവൻ സ്വന്തം കുരിശു വഹിക്കണം, അവനാണ് എൻ്റെ ശിഷ്യൻ. അവിടെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യൻ ആയിരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ശിഷ്യനാണോ അവൻ കുരിശുകൾ ഏറ്റെടുത്തേ മതിയാവത്തുള്ളൂ. സഹനങ്ങൾ ഉണ്ടാവും, രോഗങ്ങൾ ഉണ്ടാവും, തകർച്ചകൾ ഉണ്ടാവും, പരാജയങ്ങൾ ഉണ്ടാവും, സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും, ഒക്കെ സംഭവിക്കും. കുരിശു വഹിക്കുന്നവനാണ് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യൻ. ഹല്ലേലൂയ. ഒരു നല്ല മനുഷ്യൻ എന്ന വ്യക്തി, നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി കുരിശുകളെ പലപ്പോഴും തള്ളിക്കളയുന്നവനാണ്. ജീവിതത്തിൽ തകർച്ചകളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു നല്ല മനുഷ്യൻ ഒരുപക്ഷെ ദൈവത്തെ ചോദ്യം ചെയ്യും, ദൈവമുണ്ടോ എന്ന് ചോദിക്കും. ചിലപ്പം സ്വന്തം ജീവിതം കാട്ടി ചോദിക്കും, നിന്റെ ദൈവം എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്? നീ ദൈവത്തെ വിളിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തേ കാര്യങ്ങൾ നടക്കാത്തത്? അങ്ങനെ ചോദിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അത് ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തി കുരിശു വഹിച്ചേ മതിയാവത്തുള്ളൂ. വിശാലമായ വഴി നാശത്തിലേക്കുള്ള വഴിയാണ്. വിശാലമായ വഴിയിലൂടെ അല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്ര. നമ്മുടെ ജീവിതയാത്ര ഇടുങ്ങിയ വഴിയിലൂടെയാണ്. നിത്യജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയ വഴിയാണ്. അത് കുരിശിന്റെ വഴിയാണ്, അത് സഹനത്തിന്റെ വഴിയാണ്, അത് നൊമ്പരത്തിന്റെ വഴിയാണ്. വിശാലമായ വഴി സുഖലോലുപതയുടെ, ആഡംബരത്തിന്റെ, ലോകമോഹങ്ങളുടെ, ആസക്തികളുടെ വഴിയാണ് വിശാലമായ വഴി. ആ വിശാലമായ വഴിയിലൂടെ നടക്കുന്ന ഒരു വ്യക്തിക്കും നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാനും നല്ലത് ചെയ്യുവാനും മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയും. അവിടെ ക്രിസ്തുവിന്റെ സ്നേഹം ഉണ്ടാവത്തില്ല, ലോക മനുഷ്യന്റെ സ്നേഹമായിരിക്കും. പലപ്പോഴും സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹം ആഗ്രഹിക്കുന്ന സ്നേഹത്തിന്റെ മനുഷ്യനായിരിക്കും അത്. പക്ഷേ ശിഷ്യത്വത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അവനെ സ്നേഹിച്ചില്ലെങ്കിലും, അവനെ തള്ളിപ്പറഞ്ഞാലും, അവനെ ഉപദ്രവിച്ചാലും അവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നിരന്തരമായിട്ട് സ്നേഹിക്കും, നന്മ ചെയ്യും. അതാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്റെ പ്രത്യേകത. ഒരു നല്ല മനുഷ്യനായാൽ പോരാ, നല്ലൊരു ആത്മീയ മനുഷ്യനായിട്ട് നമ്മൾ മാറണം. യോഹന്നാന്റെ സുവിശേഷത്തില് 13-ാം അധ്യായത്തില് 34-ഉം 35-ഉം തിരുവചനങ്ങൾ: ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ക്രിസ്തു ശിഷ്യന്റെ അടയാളം എന്താ? സ്നേഹം. ആ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? ക്ഷമിക്കുന്ന സ്നേഹം, പൊറുക്കുന്ന സ്നേഹം, സഹിക്കുന്ന സ്നേഹം, എല്ലാം ഏറ്റെടുക്കുന്ന സ്നേഹം, സ്വയം ബലിയായി തീരുന്ന സ്നേഹം. അതായിരുന്നു ക്രിസ്തുവിന്റെ സ്നേഹം. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം ഇത്. ക്രിസ്തുവിന്റെ ശിഷ്യൻ അവൻ സ്നേഹത്തിന്റെ മനുഷ്യനാ. അവനൊരു നല്ല മനുഷ്യൻ മാത്രമല്ല, ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്ന, ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന, ക്രിസ്തുവിന്റെ കരുണ പങ്കുവയ്ക്കുന്ന, എല്ലാവരെയും ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന മനുഷ്യൻ.
അവനാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ടിട്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയട്ടെ. എല്ലാവരും അറിയണം. ക്രിസ്തുവിനെ അറിയാത്തവർ നിന്നെ അറിയണം. നിന്നിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം അറിയണം. നിന്നിലൂടെ ഒഴുകുന്ന ആ സ്നേഹത്തിന്റെ ആ ഒഴുക്ക് കണ്ടിട്ട് എല്ലാവരും പറയണം, ക്രിസ്തു നിന്നിൽ ജീവിക്കുന്നു, ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. ക്രിസ്തുവിന്റെ ആ കരുണയുടെ മുഖം വെളിപ്പെടുത്തുവാനായിട്ട് കർത്താവ് നിന്നെ ഈ ഭൂമിയിൽ വിജാതിയുടെ മധ്യത്തിലാക്കിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ കരുണയുടെ സ്നേഹം, പൊറുക്കുന്ന സ്നേഹം ഏതൊരു വ്യക്തിയെയും ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വിശാലമായൊരു ഹൃദയം, അതിൻ്റെ ഉടമയാണോ നീ? അങ്ങനെയെങ്കിൽ നീ ക്രിസ്തുവിന്റെ ശിഷ്യനാ. ഹല്ലേലൂയ. ഒരു നല്ല മനുഷ്യനായാൽ പോരാ, നീ ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് മാറണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് 7-8 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിൽ വസിക്കണം. അങ്ങനെ വസിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വചനങ്ങൾ നിങ്ങൾ അനുസരിക്കണം. എൻ്റെ വചനങ്ങൾ നിങ്ങൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങളിൽ വസിക്കും. നിങ്ങളിൽ ഞാൻ വസിക്കുമ്പോൾ നിങ്ങളിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം പ്രകാശിതമാകും. ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി നിങ്ങളിലൂടെ വെളിപ്പെടും. നിങ്ങൾ ഈ ലോകത്തില് അവിശ്വാസികളുടെ മധ്യത്തിൽ, വിജാതിയുടെ മധ്യത്തിൽ ക്രിസ്തുവിന്റെ മുഖപ്രകാശത്തിന്റെ അടയാളങ്ങളായിട്ട് മാറും. അവനെ നോക്കിയവർ പ്രകാശിതരായി. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ, ആര് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയോ അവർ പ്രകാശിതരായി. നല്ല മനുഷ്യനല്ല പ്രകാശിക്കുന്നത്, ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയവൻ. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ മുഖം പ്രകാശിതമാകാനായിട്ട് പോകുക. നമ്മുടെ മുഖം ശോഭിക്കും. നമ്മിലൂടെ ദൈവസ്നേഹത്തിന്റെ പ്രവാഹമുണ്ടാകും. ഏതൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ഏതു ജാതിയിലോ മതത്തിലോ പെട്ട വ്യക്തിയാകട്ടെ, മദ്യപാനിയോ കള്ളനോ തെമ്മാടിയോ, സഭയെ പീഡിപ്പിക്കുന്നവരോ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നവരോ ആരുമാവട്ടെ, എല്ലാവരെയും ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നീ മാറണമെങ്കിൽ ക്രിസ്തു നിന്നിൽ വസിക്കണം. അവന്റെ വചനം നിന്നിൽ നിലനിൽക്കണം. യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 8-ാം വചനം പറയുന്നു: അപ്പോൾ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി ഇരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുമ്പോൾ, യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറുന്നതിലൂടെ ദൈവപിതാവ് മഹത്വപ്പെടുകയാണ്. ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ വചനങ്ങൾ നെഞ്ചിലേറ്റി അവന്റെ വചനത്തിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട്, സ്നേഹത്തിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് കർത്താവിന്റെ മുഖപ്രകാശത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ശിഷ്യൻ. അവനിലൂടെ ദൈവം വലിയ പ്രവർത്തികൾ ചെയ്യും. ഉറപ്പാണത്. അവനിലൂടെ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. അവൾ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതിലൂടെ, ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്നതിലൂടെ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. യേശു വന്നതിന് വേണ്ടിയാ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ. പിതാവിന്റെ ഹിതമനുസരിച്ച യേശു പ്രവർത്തിച്ചത് മുഴുവൻ. യേശുവിന്റെ ഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ഹല്ലേലൂയ. ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ് നമ്മുടെ വിളി. മാമോദീസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെ വിളിയുടെ ആദ്യ ഘടകം അതാണ്, ശിഷ്യത്വത്തിലേക്കുള്ള വിളി. അടുത്തത്, റോമാലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം
വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 6-7 തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരിക്കുന്നതിനുമായി റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. നീ വിശുദ്ധനാകാൻ വിളിക്കപ്പെട്ടിരിക്കുക. റോമാ സഭയിലുള്ള വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവർക്കുമാണ് ഞാൻ എഴുതുന്നത്. ഹല്ലേലൂയ. ഓരോ ക്രിസ്ത്യാനെയും വിശുദ്ധരാകാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ ആത്യന്തികമായിട്ടുള്ള വിളി എന്ന് പറയുന്നത് നല്ല മനുഷ്യനാകാനല്ല, വിശുദ്ധനായിട്ട് മാറാനായിട്ടാ. സഹനത്തിന്റെ വെന്തുനീറുന്ന അനുഭവങ്ങളിൽ, തിരസ്കരണങ്ങളിൽ, നൊമ്പരങ്ങളിൽ വിശുദ്ധ അൽഫോൻസാമെ വിശുദ്ധിയായി തീർന്നില്ലേ? ലോകം മാനിക്കുന്ന ഫ്രാൻസിസ് അസിസി 2-ാം ക്രിസ്തുവായിട്ട് മാറി. നമ്മൾ വിശുദ്ധരാകാനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 1-ാം അധ്യായത്തിൻ്റെ 2 വചനം ഇപ്രകാരം പറയുന്നു: യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്നവർക്കും വേണ്ടി ഞാൻ എഴുതുന്നു. കൊരിന്തോസിലെ സഭയിലുള്ള എല്ലാവർക്കും, വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവർക്കും, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ എഴുതുന്നു. നിങ്ങൾ വിശുദ്ധരാകണം. വിശുദ്ധരാകാൻ വേണ്ടിയാണ് നിങ്ങളെ ദൈവമായ കർത്താവ് വിളിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് ഒരു നല്ല മനുഷ്യനാവാനല്ല, മാനവികത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയല്ല. ക്രിസ്തു ഏകരക്ഷകനാണെന്ന് വിളിച്ചു പറയുവാൻ, അവന്റെ കരുണയും മുഖപ്രകാശവും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി യേശു നിന്നെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, നമ്മളെ വിളിച്ചത് വിശുദ്ധരാകാൻ വേണ്ടിയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഫിലിപ്പി 1:20-21, ഞാൻ ജീവിതം വഴിയോ മരണം വഴിയോ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഞാൻ ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയാ, മരിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയാ. ഒരു ശിഷ്യനായി, വിശുദ്ധനായി, മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാൻ യേശു നിന്നെ വിളിച്ചിരിക്കുകയാ. ഈ വിളിക്ക് നീ മറുപടി കൊടുക്കണം, അതിന് വില കൊടുക്കണം, അതിനൊരു സമ്പൂർണ്ണ സമർപ്പണം നിനക്ക് ആവശ്യമുണ്ട്. ലോകത്തിന്റെ മോഹങ്ങളിൽ, സുഖങ്ങളിൽ, ആഡംബരങ്ങളിൽ മറ്റുള്ള പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി മുഖസ്തുതി പറയുന്നവരായിട്ട് നമ്മൾ മാറരുത്. നീ നല്ല മനുഷ്യനായിട്ട് ജീവിക്കേണ്ടവനല്ല, നീ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുന്നവനായി മറ്റൊരു ക്രിസ്തുവായിട്ട് മാറണം. ഈ വിളിക്ക് നീ ഉത്തരം കൊടുക്കണം. യേശു നിന്നെ അതിനു വേണ്ടിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു നിന്നില് ജീവിക്കുന്നു. 2 കൊരിന്തോസ് 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിവിൻ. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കണം, പരീക്ഷിക്കണം. ക്രിസ്തുവിനുള്ള അടിയുറച്ച വിശ്വാസത്തിലാണോ ജീവിക്കുന്നത്? ഇവിടെ ഒരു കോംപ്രമൈസുമില്ല. ക്രിസ്തുവും ക്രിസ്തുവിന്റെ സഭയും ക്രിസ്തുവിന്റെ വചനങ്ങളും, മറ്റൊന്നും നമുക്ക് ബാധകമല്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇക്കാര്യത്തിൽ നമ്മൾ തയ്യാറല്ല. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ പരിശോധിച്ചറിവിൻ, പരീക്ഷിക്കുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തെറ്റുപറ്റിയിരിക്കുന്നു, പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നിന്റെ വിശ്വാസത്തെ നീ പരിശോധിച്ചറിയണം. ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുന്നുവെന്ന സത്യം നീ തിരിച്ചറിയണം. ഒരു നല്ല മനുഷ്യനായിട്ട് ലോകത്തിൻ്റെ മറ്റു മനുഷ്യനുമായിട്ട് കോംപ്രമൈസ് ചെയ്ത്
അങ്ങനെ ജീവിക്കാൻ വേണ്ടിയല്ല യേശു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. നീ ശിഷ്യനാകണം, നീ വിശുദ്ധനാകണം, നീ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറണം. നിന്നിലൂടെ ക്രിസ്തു ലോകത്തിന് വെളിപ്പെടണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.